മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിന്റെ ആവശ്യകത എന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓൾജിബ്ര ഓഫ് റിയൽ നമ്പേഴ്സ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്പേഴ്സിന്റെ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അത് തന്നെയാണ് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ബേസിക് 4 ഓപ്പറേഷൻസ് അത് കോംപ്ലക്സ് നമ്പേഴ്സിൽ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എഴുതിക്കോളൂ. ഓപ്പറേഷൻ നമ്പർ 1, അഡിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം? വെരി സിമ്പിൾ. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പേഴ്സ് Z1 equal to A plus IB and Z2 equal to C plus ID. രണ്ട് കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്യുക. We have to add these two complex numbers. That means we have to find Z1 plus Z2 is equal to. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ we have to add റിയൽ പാർട്സ്. റിയൽ പാർട്ടും റിയൽ പാർട്ടും തമ്മിൽ ആഡ് ചെയ്യുക. എയും സിയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? A plus C. Then ഇമാജിനറി പാർട്ടും ഇമാജിനറി പാർട്ടും ആഡ് ചെയ്യുക. ഐബിയും ഐഡിയും ആഡ് ചെയ്താൽ IB plus ID, that is പ്ലസ് ഐ കോമൺ ആയിട്ട് എടുത്തിട്ട് ബി പ്ലസ് ഡി. അതായത് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ബിയും ഡിയും, അവ ആഡ് ചെയ്തിട്ട് എന്ത് കൊടുത്താൽ മതി? ഐ കൊടുത്താൽ മതി. സോ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എ പ്ലസ് ഇ പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി. അഗെയിൻ എന്ത് തന്നെ കിട്ടി? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടി. ദ സം ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. ചിലർക്കെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ കാണും. പ്രോബ്ലം ചെയ്യുമ്പോൾ സംഗതി പിടി കിട്ടും. നോക്കിക്കോളൂ. എക്സാമ്പിൾ, we have to add the complex number 2 plus 3i plus 3 plus 5i. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യണം. സിമ്പിൾ അഡീഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിയൽ പാർട്ട് ആഡ് ചെയ്യൂ. 2ഉം 3ഉം ആഡ് ചെയ്താൽ 5. 2 plus 3 എന്താണ്? 5. നെക്സ്റ്റ് ഇമാജിനറി പാർട്ട്, ഇവിടെ 3i അല്ലെ, ഇവിടെ എന്താണ്? 5i. അതായത് ഇവ തമ്മിൽ ആഡ് ചെയ്യാം. 3iയും 5iയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 8i. ഐ ഇപ്പുറത്ത് എഴുതിയാലും അപ്പുറത്ത് എഴുതിയാലും ശരി തന്നെയാണ്. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. റിയൽ പാർട്ട് ആഡ് ചെയ്യുക, ദെൻ ഇമാജിനറി പാർട്ട് ഒരുമിച്ച് ആഡ് ചെയ്യുക. കഴിഞ്ഞു സംഗതി. അനദർ വൺ, 2 plus 4i plus -3 minus 5i. ഇതൊരു കോംപ്ലക്സ് നമ്പർ, ഇത് മറ്റൊരു കോംപ്ലക്സ് നമ്പർ. രണ്ട് തമ്മിൽ ആഡ് ചെയ്യണം. റിയൽ പാർട്ട് 2 -3 ആഡ് ചെയ്താൽ 2 minus 3 എന്ത് കിട്ടും? -1. ഇമാജിനറി പാർട്ട് 4iയും -5, ഞാൻ ഐ ഇവിടെ ചേർത്താണ് ഇവിടെ പറയുന്നത് കേട്ടോ. 4i minus 5i. 4x ൽ നിന്ന് 5x കുറച്ചാൽ എന്ത് കിട്ടും? 4x minus 5x ആണെങ്കിൽ -x. അതുപോലെ 4i ൽ നിന്ന് -5i കുറച്ചാൽ -i. മൈനസ് എന്ത് കിട്ടി? i. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? റിയൽ പാർട്ട് സബ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി പാർട്ട് സോറി റിയൽ പാർട്ടും ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അഡിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. വൺ മോർ എക്സാമ്പിൾ, 1/2 minus 3i plus 4 minus 2i is equal to എന്ത് കിട്ടും? പറഞ്ഞോളൂ. ആദ്യം റിയൽ പാർട്ട് 1/2 4ഉം ആഡ് ചെയ്യുക. 4ഉം അരയും കൂട്ടിയ 4 എന്ന് പറഞ്ഞാൽ 9ന്റെ പകുതി, 9/2 അല്ലേ? അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത് ആ രീതിക്ക് ചെയ്യാം. സോ റിയൽ പാർട്ട് ആഡ് ചെയ്തു, ദെൻ ഇതും തമ്മിൽ ആഡ് ചെയ്യുക. -3i -2i, ഒരേ ചിഹ്നം കൂട്ടിയിട്ട് അതേ ചിഹ്നം. -3i -2i, that is -5i. സോ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. ഈ അഡിഷന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇറ്റ് സാറ്റിസ്ഫൈസ്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡിഷൻ സാറ്റിസ്ഫൈസ് ക്ലോഷർ ലോ. ഇറ്റ് സാറ്റിസ്ഫൈസ് എന്താണ്?
ക്ലോഷർ ലോ, മലയാളത്തിൽ സംവൃത നിയമം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ദ സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്തിനെ കിട്ടും? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. ദാറ്റ് ലോ ഈസ് കോൾഡ് എന്താണ്? ക്ലോഷർ ലോ എന്നറിയപ്പെടും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം. ഇങ്ങനെയൊക്കെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ ടേംസ് ഒന്ന് പരിചയപ്പെട്ടിരുന്നാൽ കൊള്ളാം. നെക്സ്റ്റ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡിഷൻ സാറ്റിസ്ഫൈസ് എന്താണ്? ക്ലോഷർ ലോ. സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. നെക്സ്റ്റ്, കോംപ്ലക്സ് നമ്പറിന്റെ അഡിഷൻ സാറ്റിസ്ഫൈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ Z1 എന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന കോംപ്ലക്സ് നമ്പറും ആഡ് ചെയ്യുന്നു. തിരിച്ച് Z2 എന്ന കോംപ്ലക്സ് നമ്പറും Z1 എന്ന കോംപ്ലക്സ് നമ്പറും ആഡ് ചെയ്യുന്നു. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓർഡറിന് പ്രാധാന്യമില്ല. Z1 ഉം Z2 ഉം തമ്മിൽ ആഡ് ചെയ്താലും തിരിച്ച് Z2 ഉം Z1 ഉം തമ്മിൽ ആഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ അഡിഷൻ സാറ്റിസ്ഫൈസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുടെ ആ പേരിന് പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ്, തേർഡ് വൺ, അഡിഷൻ സാറ്റിസ്ഫൈസ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സംയോജന നിയമം എന്ന് മലയാളത്തിൽ പറയും. സംയോജന നിയമം പേടിക്കൊന്നും വേണ്ട. Z1, Z2, Z3 മൂന്ന് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ Z1 പ്ലസ് ബ്രാക്കറ്റിനകത്ത് Z2 പ്ലസ് Z3 ഈക്വൽ ടു ആദ്യം ബ്രാക്കറ്റിനകത്ത് Z1 പ്ലസ് Z2 പ്ലസ് എന്തെഴുതാം? Z3. ബ്രാക്കറ്റ് മാറ്റി ഓപ്പറേഷൻ ചെയ്താലും വിലയ്ക്ക് വ്യത്യാസമില്ല. ഇതെന്താണ്? Z2, Z3 എന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നു, എന്നിട്ട് Z1 ആയിട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? Z1 ഉം Z2 ഉം ആഡ് ചെയ്യുന്നു, എന്നിട്ട് Z3 ആയിട്ട് ആഡ് ചെയ്യുന്നു. എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെ? ആ ഓർഡറിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസ് നോക്കിക്കോളൂ. നമ്മൾ സാധാരണ റിയൽ നമ്പറിന്റെ അഡിഷൻ പറയുമ്പോൾ 3 എന്ന നമ്പറിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ 3 തന്നെ കിട്ടും. 3യുടെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ 3 തന്നെ കിട്ടും? 0. 0 ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 0 എന്നറിയാം. അതുപോലെ 2 പ്ലസ് 3i ഈ കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ ഏത് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ ഈ സംഗതി തന്നെ കിട്ടും. 2 പ്ലസ് 3i തന്നെ കിട്ടും. ഇതിന്റെ കൂടെ ഏത് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടണം. 0 പ്ലസ് i 0 ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ? ഇതും ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? ഇത് തന്നെ കിട്ടും. സോ 0 പ്ലസ് i 0 അതിനെ സിംപ്ലി നമ്മൾ എന്ത് പറയും? 0 എന്ന് തന്നെ പറയും. 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ? ഈസ് കോൾഡ് അഡിറ്റീവ് ഐഡന്റിറ്റി എലമെന്റ്. അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 0 പ്ലസ് i 0. അതുപോലെ ഫിഫ്ത് വൺ, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. 3 എന്ന് പറയുന്ന നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? അതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുന്നു, -3. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഐഡന്റിറ്റി എലമെന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞേനെ 2 പ്ലസ് 3i ഈ കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതും ഏത് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇതിന്റെ നെഗറ്റീവ് കൊടുത്താൽ പോരെ? -2 നെക്സ്റ്റ് -3i ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0. സോ 2 പ്ലസ് 3i എന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -2 -3i. അതായത് Z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -Z ആയിരിക്കും. അതായത് a പ്ലസ് ib എന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -a -ib. വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ, പേടിക്കണ്ട. സെക്കൻഡ് ഓപ്പറേഷൻ, ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? അഡിഷന്റെ സ്പെഷ്യൽ കേസ് ആണ് സബ്ട്രാക്ഷൻ. അതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല. അഡിഷൻ ചെയ്തതുപോലെ ഇഫ് Z1 ഈക്വൽ ടു a പ്ലസ് ib, Z2 ഈക്വൽ ടു c പ്ലസ് id, then Z1 മൈനസ് Z2 ഈക്വൽ ടു വേറെ ഒന്നുമില്ല, റിയൽ പാർട്ടും സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? a മൈനസ് c. നെക്സ്റ്റ് ഇമാജിനറി ടേംസ് ഐ ഉള്ള പോർഷൻസ് IBയും IDയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? IB മൈനസ് ID. എന്താണ് കിട്ടുന്നത്? IB മൈനസ് ID. ഒരു I കോമൺ ആയിട്ട് പുറത്തെടുത്താൽ B മൈനസ് D എന്ന് പറഞ്ഞാൽ I ഇട്ടതിന് ശേഷം ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അത്രയല്ലേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. 1-2 എക്സാമ്പിൾസ് കൂടി പെട്ടെന്ന് മനസ്സിൽ ഉറയ്ക്കും.
2 plus 3i minus 5 plus 2i. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. എന്താണ് സംഗതി പറഞ്ഞോളൂ. 2 മൈനസ് 5 അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാം. അല്ല എങ്കിൽ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ കാണും. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാം. അടുത്ത പ്രോബ്ലം തൊട്ട് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഈക്വൽ ടു ആദ്യത്തെ 2 plus 3i അതുപോലെ നെക്സ്റ്റ് ഈ മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ -5 നെക്സ്റ്റ് -2i ഇങ്ങനെ എഴുതി കൂടെ ഈ മൈനസ് ഓപ്പൺ ചെയ്തു. ഇനി സാധാരണ സിംപ്ലിഫിക്കേഷൻ 2 - 5 റിയൽ പാർട്ടും തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുക. ഇമാജിനറി പാർട്ടും അതാണ് ഇവിടുത്തെ ലോജിക്. അത്രയേ ഉള്ളൂ. 2 - 5 എന്ത് കിട്ടും? -3. അടുത്ത 3i ൽ നിന്ന് 2i കുറച്ചാൽ 3i - 2i പ്ലസ് i 1i എന്ന് പറഞ്ഞാൽ വെറും i എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? വൺ മോർ എക്സാമ്പിൾ. 1 - i -2 plus i എന്ത് കിട്ടും? ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ ഞാൻ ചെയ്യുന്നില്ല, സാഹസത്തിന് മുതിരുന്നില്ല. 1 - i അതുപോലെ എഴുതി. ഈ മൈനസ് ഓപ്പൺ ചെയ്താൽ -2 നെക്സ്റ്റ് -i എന്ന് കിട്ടും. ഇവിടെ കിട്ടിയായിരുന്നോ? 1 - i അതുപോലെ എഴുതി. മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ -2 then -i ഈക്വൽ ടു പറഞ്ഞോ. റിയൽ പാർട്ട് സിംപ്ലിഫൈ ചെയ്യുക. 1 - 2 -1. സാധാരണ രീതിയിലുള്ള സിമ്പിൾ എന്താണ് സബ്ട്രാക്ഷനും അഡീഷനും അറിയണം കേട്ടോ. 1 - 2 അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കൂ, നോ പ്രോബ്ലം. 1 - 2 -1 -i -1 കൂട്ടിയാൽ -2 -iയും കൂട്ടിയാൽ -2i -iയും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2i എന്ന് കിട്ടും. ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ വന്നാലും വളരെ ഈസി ആയിട്ട് സബ്ട്രാക്ട് ചെയ്തൂടെ? ഇത്രയേ ഉള്ളൂ. ഓപ്പറേഷൻ നമ്പർ 3 പ്രോഡക്റ്റ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? അഗൈൻ നോക്കിക്കോളൂ. ലെറ്റ് z1 ഈക്വൽ ടു a plus ib, z2 ഈക്വൽ ടു c plus id, then z1 into z2. ഈ കോംപ്ലക്സ് നമ്പറും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ ഞാനൊന്ന് ഇങ്ങനെ എഴുതാം. z1 എന്ന് പറഞ്ഞാൽ a plus ib into z2 എന്ന് പറഞ്ഞാൽ എന്താണ്? c plus id. സാധാരണ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ടേം എക്സ്പ്രഷൻസ് എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ്. നോക്കിക്കോളൂ. ഇത് ഇൻറ്റു ഇത് എയും സിയും മൾട്ടിപ്ലൈ ചെയ്താൽ ac. അടുത്ത് എയും ഐ ഡി മൾട്ടിപ്ലൈ ചെയ്താൽ IAD. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. AID ഐ തുടക്കത്തിൽ എഴുതിയാത്ത മാത്രം. അടുത്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് IBC. അടുത്തെന്ത് കിട്ടും? ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് IBയും IDയും ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ ഐയും ഐ സ്ക്വയർ. അടുത്തെന്തുണ്ട്? BD. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ സ്ക്വയർ? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഐ എന്ന് പറഞ്ഞാൽ √-1 then ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1. so which is equal to ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1. അപ്പോൾ ഇവിടെ എന്തായി? -BD. അവിടെ ഐയുടെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് റിയൽ പാർട്ട്, ഇതും റിയൽ പാർട്ട്. ഇവിടെ എന്താണ് ആക്ച്വലി ഐ സ്ക്വയറിന് -1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് -BD. അപ്പൊ ഇതും തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? AC -BD. ഇതും സിംപ്ലിഫൈ ചെയ്തു. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 അത് കൊടുത്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതും തമ്മിൽ ആഡ് ചെയ്യണം. എന്ത് കിട്ടും? പ്ലസ് IADയും IBCയും. ഐ കോമൺ ആയിട്ട് എടുക്കുക. ദെൻ ഇവ തമ്മിൽ ആഡ് ചെയ്യുക. എന്ത് കിട്ടും? AD plus BC. അപ്പോൾ എന്ത് കിട്ടി? റിയൽ പാർട്ട് കിട്ടി, ഇമാജിനറി പാർട്ട് കിട്ടി. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും എന്ത് തന്നെ കിട്ടി? മറ്റൊരു കോംപ്ലക്സ് നമ്പർ. The product of 2 complex numbers is again a complex number. That property is called closure law. So multiplication എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ക്ലോഷർ പ്രോപ്പർട്ടി. അത് വിശദമായി പിന്നാലെ ഡിസ്കസ് ചെയ്യാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ 1 plus 2i. വേറൊരു കോംപ്ലക്സ് നമ്പർ 2 plus 3i. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തോ? ഒന്നുമില്ല. 1 into 2 1 into 3i 3i. നെക്സ്റ്റ് 2iയും 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4i. അടുത്ത 2iയും 3iയും മൾട്ടിപ്ലൈ ചെയ്താൽ 2i into 3i plus 6i square equal to ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇതെന്തായി? -6. 2 - 6 രണ്ടിൽ നിന്ന് 6 കുറച്ചാൽ -4. 3iയും 4iയും ആഡ് ചെയ്താൽ 7i. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 - 4i into 1 plus 2i. ചുമ്മാ മൾട്ടിപ്ലൈ. 3 into 1 3
3 into 2i plus 6i. അടുത്ത് മൈനസ് 4iയും 1ഉം ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 4i. അടുത്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് ഇതും മൈനസ് 4iയും 2iയും മൈനസ് 4ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 2 then i സ്ക്വയർ. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്പേഴ്സ് മൈനസ് 8 iയും i സ്ക്വയർ ഈക്വൽ ടു നിങ്ങൾക്കറിയാം i സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? മൈനസ് 8 ഇൻറ്റു മൈനസ് 1. മൈനസ് 8 മൈനസ് 1 പ്ലസ് 8 പ്ലസ് 8ഉം പ്ലസ് 3ഉം ആഡ് ചെയ്താൽ 11. 6iയിൽ നിന്ന് 4i കുറച്ചാൽ 2i. വീണ്ടും എന്ത് കിട്ടി? പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യും, ശരിയല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് സാറ്റിസ്ഫൈസ് ക്ലോഷർ പ്രോപ്പർട്ടി. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി? ദ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് അഗൈൻ എ കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും എന്തിനെ കിട്ടും? കോംപ്ലക്സ് നമ്പർ. സോ ഇറ്റ് സാറ്റിസ്ഫൈസ് ക്ലോഷർ പ്രോപ്പർട്ടി. നെക്സ്റ്റ്, Z1 എന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന കോംപ്ലക്സ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് Z2 ഇൻറ്റു Z1 മൾട്ടിപ്ലൈ ചെയ്താലും എന്തായിരിക്കും? ഒരേ സംഗതി തന്നെ കിട്ടും. ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. 2 into 3 മൾട്ടിപ്ലൈ ചെയ്താലും 3 into 2 മൾട്ടിപ്ലൈ ചെയ്താലും ഒന്നല്ലേ? അത് തന്നെയാണ് ഇവിടത്തെയും കഥ. ഓക്കെ, സോ രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നെക്സ്റ്റ്, തേർഡ് വൺ, മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈസ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ നിങ്ങൾക്കറിയാം, നേരത്തെ പരിചയപ്പെടുത്തി. Z1 into Z2 into Z3. അവസാനത്തെ രണ്ടെണ്ണം ബ്രാക്കറ്റിനകത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ Z2 Z3 മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയതും Z1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബ്രാക്കറ്റ് മാറ്റി ഓപ്പറേഷൻ എന്താണ്? Z1 into Z2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് Z3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആയിരിക്കും. Z1 Z2 മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ആണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്താലും വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. നെക്സ്റ്റ്, ഫോർത്ത് വൺ, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 3 എന്ന നമ്പറിന്റെ കൂടെ, റിയൽ നമ്പർ ആദ്യം നമുക്ക് ചിന്തിക്കാം. 3 എന്ന നമ്പറിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെ കിട്ടും? 3 എന്ന നമ്പറിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെ കിട്ടും? 0 മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടുമോ? ഇല്ല. 1 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 1 എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 plus 3i ഈ കോംപ്ലക്സ് നമ്പറിനെ ഏത് കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ കിട്ടും. 2 plus 3i തന്നെ കിട്ടും. ഇതിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടും. ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 1 കൊണ്ട്. 1 into ഇത് അത് തന്നെ കിട്ടും. പക്ഷെ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. 1 plus i0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഇൻറ്റു ഇത് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? ഇത് തന്നെ. സോ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus i0. 10 എന്ന് വായിച്ചാൽ എഴുതാം, അല്ലെങ്കിൽ 0i എന്ന് എഴുതാം. 1 plus 0i is the multiplicative identity element. വലിയ പ്രാധാന്യമൊന്നുമില്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. If Z is the complex number, then its multiplicative inverse എന്ന് പറഞ്ഞാൽ 1 by Z അങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓർ Z raised to -1 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, Z ഇൻവേഴ്സ് എന്ന് പറയാറുണ്ട്. സോ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? Z raised to -1 or 1 by Z. If Z equal to A plus IB, then its multiplicative inverse എന്താണ്? 1 by A plus IB. 1 by Z അല്ലേ? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയിലോട്ടൊക്കെ മാറ്റാം. അത് പിന്നാലെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അതുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. സോ Z equal to A plus IB ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 1 by A plus IB. ശരിയല്ലേ? 2 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1 by 2. നിങ്ങൾക്കറിയാം, അത് തന്നെയാണ് ഇവിടത്തെയും കഥ. One more property. It satisfies, multiplication satisfies distributive property. Distributive law. Z1 into Z2 plus Z3 equal to എന്താണ്? Z1 into Z2 plus Z1 into Z3. ഈ കോംപ്ലക്സ് നമ്പർ ഇവനും എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദാനം ചെയ്യുന്നു. അതാണ് ഈ സംഗതി. ഓക്കെ, Z1 into Z2 plus Z3, Z1 into Z2 plus Z1 into Z3 എന്ന് എഴുതാം. സിമിലർലി Z1 plus Z2 into Z3 ആണെങ്കിലോ again Z1 into Z3 plus Z2 into Z3 എന്ന് എഴുതാം.
ദിസ് ലോ ഈസ് കോൾഡ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നെക്സ്റ്റ് ഓപ്പറേഷൻ നമ്പർ 4, ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം നോക്കിക്കോളൂ. Let Z1 and Z2 are two complex numbers. We have to find Z1 by Z2. ഈ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ആക്ച്വലി ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നോക്കിക്കോളൂ. Z1 by Z2 എന്ന് പറഞ്ഞാൽ Z1 into 1 by Z2 എന്ന് എഴുതിയാൽ പോരെ. ഇത് തന്നെയല്ലേ ഇത്, അത്രേ ഉള്ളൂ. ഇനി എന്താണ് 1 by Z2? ഞാൻ നേരത്തെ പറഞ്ഞു Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1 by Z2. അപ്പോൾ 1 by Z2 എന്ന് പറഞ്ഞാൽ Z2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു എക്സാമ്പിളിൽ കൂടി വളരെ ഈസി ആയിട്ട് എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിക്കോളൂ. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ 1 plus i. എനിക്ക് 1 minus i എന്ന കോംപ്ലക്സ് നമ്പർ വരെ ഡിവൈഡ് ചെയ്യണം. ഇത് ബൈ ഇത് കാണണം. 1 plus i by 1 minus i കാണണം. കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ വർഷം 2020 നടന്ന ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ കോംപ്ലക്സ് നമ്പറിനെ ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിക്കോളൂ, 1 plus i by എന്താണ് 1 minus i. നമുക്ക് ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതൊരിക്കൽ കൂടെ എഴുതുക. ഇൻടു ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേം, അതിൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ, ഇവിടെ മൈനസ് ഐ, അതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ പ്ലസ് ഐ. അപ്പോൾ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ 1 plus i എന്ന് വരും. ആ സംഗതി മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി അതേ സംഗതി താഴെ ഡിവൈഡ് ചെയ്യുകയും വേണം. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ കണ്ടെത്തും? ഈ താഴെ ഇരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമോ ആ സംഗതിയാണ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഗതിയെ നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദമായി ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ആ ടേം ഞാൻ പറയാത്തത്. സോ ഡിനോമിനേറ്ററിൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുന്ന സംഗതി മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ മേളിൽ നോക്കി നോക്ക്, ഇത് ഇൻറ്റു ഇത്, താഴെ ഇത് ഇൻറ്റു ഇത്, രണ്ട് പ്രോഡക്റ്റ് അല്ലേ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പ്രോഡക്റ്റ് കാണാം. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1, 1 i മൾട്ടിപ്ലൈ ചെയ്താൽ i, 1 i മൾട്ടിപ്ലൈ ചെയ്താൽ i, പ്ലസ് അടുത്ത iയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? i. ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? i, പ്ലസ് iയും മൾട്ടിപ്ലൈ ചെയ്താൽ i സ്ക്വയർ. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് മൈനസും ആകുമ്പോൾ എന്ത് കിട്ടും? -1 ഡിവൈഡഡ് ബൈ താഴെയും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. 1 into 1 എന്താണ്? 1. 1 into 1 1. അടുത്ത് 1 into i എന്താണ്? i. അടുത്ത് മൈനസ് i into 1 മൈനസ് i. അടുത്ത് ഈ മൈനസ് ഐയും പ്ലസ് ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഐയും i സ്ക്വയർ. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. ആ മൈനസ് ഈ മൈനസ് എന്ത് കിട്ടും? +1. സാധാരണ ചെയ്യുന്ന പോലെ 1 into 1 1, 1 into i i. അടുത്ത മൈനസ് ഐയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഐ, മൈനസ് ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് i സ്ക്വയർ. i സ്ക്വയറിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണം -1. അങ്ങനെയാണ് അവിടെ എന്ത് കിട്ടിയത്? +1. ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിക്കോ, +1 -1 ക്യാൻസൽ ചെയ്ത് പോയി. ഐയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2i ഡിവൈഡഡ് ബൈ താഴെ എന്ത് കിട്ടും? പ്ലസ് ഐയും മൈനസ് ഐയും ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ, ഇതും പോയി. 1 + 1 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി? i എന്ന് കിട്ടി. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ എന്ത് കിട്ടും? 0 + i. അതായത് 1 + i by 1 minus i. ഈ കോംപ്ലക്സ് നമ്പറിനെ ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. ആ കോംപ്ലക്സ് നമ്പർ എന്താണ്? 0 + i. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിനോമിനേറ്ററുടെ മൾട്ടിപ്ലിക്കേഷൻ ഇത് ഇൻറ്റു ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്തത്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം a - b into a + b എന്താണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നറിയാം. ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്താൽ പോരെ. a - b into a + b എന്താണ്? a സ്ക്വയർ, 1ന്റെ സ്ക്വയർ മൈനസ് b സ്ക്വയർ i സ്ക്വയർ. b എന്ന് പറഞ്ഞാൽ i ആണ്. That is 1 minus i സ്ക്വയർ എന്താണ്? i സ്ക്വയർ -1 മൈനസ് +1 1 + 1 2. ആ സംഗതിയല്ലേ ഇവിടെ കിട്ടിയത്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. അതൊരു ഫോർമുല ആയിട്ട് തന്നെ പഠിക്കാം. a - b into a + b എന്താണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എങ്കിൽ a + ib into a - ib. എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പ്ലസ് സെന്ററിൽ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ പ്ലസ് b സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ a + ib into a - ib. ഭാവിയിൽ പല സ്ഥലത്തും ഉപകാരപ്പെടും.
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് കണ്ടാൽ എന്തെഴുതണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓർക്കുക, അപ്പോൾ വളരെ ഈസി ആയിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാം. ഫൈൻഡ് 1 plus 3i by 1 minus 2i. 1 plus 3i എന്ന കോംപ്ലക്സ് നമ്പറിനെ 1 minus 2i എന്ന കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി. ഇത് എ ബൈ ബി എന്ന ഫോമിൽ ഇരിക്കുകയാണ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്താണ് എ പ്ലസ് ഐ ബി എന്ന ജനറൽ ഫോമിലോട്ട് എഴുതുക. അങ്ങനെയും ചോദിക്കാറുണ്ട്. എന്തായാലും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യണം. എന്താണ് പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. അത് അതുപോലെ എഴുതുക. നെക്സ്റ്റ് ഇൻറ്റു താഴെ ഇരിക്കുന്നതിൽ എന്താണ് ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? പ്ലസ് 2i. 1 plus 2i, അതിനാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അത് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. വിലയ്ക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല. 1 minus 2i അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 plus 2i, അതാണ് മേളിൽ താഴെയും മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ഈക്വൽ ടു ഇത് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. 1 into 1 1, 1 into 2i 2i. അടുത്ത 3iയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ 3i. അടുത്ത 3iയും 2iയും മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 2 6, 3 into 2 6, iയും i സ്ക്വയർ that is -1 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എങ്ങനെ ഇരിക്കുന്നു? a minus ib into a plus ib, a plus ib into a minus ib, a plus ib into a minus ib. എന്ത് കിട്ടും? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഫോർമുല. സോ a സ്ക്വയർ 1 പ്ലസ് b സ്ക്വയർ. b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ that is 4. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യുക. ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ 6 into -1 -6, 1 minus 6 റിയൽ പാർട്ട് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുക. 1 minus 6 -5 പ്ലസ് 2iയും 3iയും ആഡ് ചെയ്താൽ 5i. 2i plus 3i 5i ബൈ ഡിനോമിനേറ്റർ എന്താണ്? 5. ഈക്വൽ ടു ഡിവിഷൻ ആയി കഴിഞ്ഞു. ഒരു സ്മോൾ സിംപ്ലിഫിക്കേഷൻ. നമുക്കറിയാം എ പ്ലസ് സി ബൈ ബി എന്നിരുന്നാൽ അതിനെ എങ്ങനെ എഴുതാം? എ ബൈ ബി പ്ലസ് സി ബൈ ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. -5/5 പ്ലസ് 5i by 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. which is equal to -5/5 എന്ത് കിട്ടും? -1 പ്ലസ് 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി? i. ഈ കോംപ്ലക്സ് നമ്പറിനെ ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? -1 പ്ലസ് i. ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ കിട്ടിയായിരുന്നോ? a minus ib into a plus ib എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ 1 into സ്ക്വയർ 1 പ്ലസ് b സ്ക്വയർ 2 into സ്ക്വയർ 2 സ്ക്വയർ. അങ്ങനെയാണ് അത് കിട്ടിയത്. അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് വൺ മോർ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 5 plus √2i by 1 minus √2i in the form of a plus ib. സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എയും ബിയും a5 b എന്താണ് മേളിൽ? √2 ഒരു ഇറാഷണൽ നമ്പർ വരുന്നു. അതുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ട് കാണും. അതൊരു വിഷയമേ അല്ല. അപ്പൊ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിനെ ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ് പ്രൊസീജിയർ? അത് അതുപോലെ എഴുതുക. ഇൻടു ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേം 1 minus √2i. അതിൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 plus √2i. മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതേ സംഗതി താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞോ. 5 into 1 5. അടുത്ത 5ഉം √2i മൾട്ടിപ്ലൈ ചെയ്താൽ 5√2i പ്ലസ് അടുത്ത √2iയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ √2i. √2iയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ √2i പ്ലസ് അടുത്ത ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. √2iയും √2iയും √2 മൾട്ടിപ്ലൈ ചെയ്താൽ 2. iയും മൾട്ടിപ്ലൈ ചെയ്താൽ i സ്ക്വയർ that is -1. അത്രേ ഉള്ളൂ. √2 into √2 2 അറിയാലോ അല്ലേ? iയും മൾട്ടിപ്ലൈ ചെയ്താൽ i സ്ക്വയർ that is -1 ബൈ ഡിനോമിനേറ്റർ നമ്മുടെ ഐഡന്റിറ്റി a minus ib into a plus ib. a minus ib into a plus ib a square plus b square √2 ന്റെ സ്ക്വയർ. ഞാൻ അങ്ങനെ തന്നെ എഴുതാം.
ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ √2. ഏതാണ് ഫോർമുല? എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയണം. അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ, എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. ഓർക്കുക, ഓർത്താൽ നന്ന്. ഓക്കെ, തിരിച്ചു വരൂ. ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു -1 എന്താണ്? -2. ഇത് -2, ഇത് +5. ഇത് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 - 2 ദാറ്റ് ഈസ് 3. നെക്സ്റ്റ് 5√2iയും 1√2iയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 ചക്കയും 1 ചക്കയും കൂട്ടിയാൽ 6 ചക്ക. അത് തന്നെയാണ് 5√2iയും 1√2iയും ആഡ് ചെയ്താൽ 6√2i. റാഡിക്കൽസ് ഇങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3√2 പ്ലസ് 5√2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 അല്ലെ 8√2 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം. എന്നാൽ 3√2ഉം 5√3ഉം ഇവ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. പഠിച്ചു എന്നാണ് എന്റെ വിശ്വാസം. തിരിച്ചു വരൂ. സോ 5ഉം -2ഉം എന്ത് കിട്ടി? 3. അടുത്ത് 5√2iയും √2i ആഡ് ചെയ്തപ്പോൾ 6√2i ഡിവൈഡഡ് ബൈ താഴെ നിങ്ങൾക്കറിയാം √2ന്റെ സ്ക്വയർ എന്താണ്? 2. 2 + 1 എന്താണ്? 3. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യുക. 3/3 പ്ലസ് 6√2i ബൈ എന്താണ്? 3 ഈക്വൽ ടു 3/3 1 പ്ലസ് 6/3 ക്യാൻസൽ ചെയ്യുമ്പോൾ മേളിൽ 2√2i എന്ന് കിട്ടും. വിച്ച് ഈസ് ദ ഫോം എ പ്ലസ് ഐ ബി എന്ന ഫോമിലായില്ലേ? ഹിയർ എ 1, ബി എന്താണ്? 2√2. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള 4 ഓപ്പറേഷൻസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ പവേഴ്സ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പവേഴ്സ് എങ്ങനെ കാണാം. ഇപ്പൊ നമുക്ക് i സ്ക്വയർ ദാറ്റ് ഈസ് -1 എന്നറിയാം. i³ i⁴ ഇതിന്റെ വാല്യൂസ് ഒക്കെ എങ്ങനെ വരും? i⁴100 വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആൻസറിലേക്ക് എത്താൻ പറ്റും. തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.